തൃശൂർ ജില്ലയിലെ സാധാരണക്കാർക്ക് സമയബന്ധിതമായി വൈദ്യുതി കണക്ഷനുകൾ ലഭിക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. നവീകരണം പൂർത്തിയാക്കിയ ചൂലിശ്ശേരി പോൾ കാസ്റ്റിംഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അശാസ്ത്രീയമായ താൽക്കാലിക ബണ്ട് നിർമ്മാണം മൂലം റോഡിലേക്ക് വെള്ളം കയറി ഗതാഗത തടസ്സമുണ്ടാകുന്നതായി പരാതി. വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് കോഴിക്കാട് ഓലപ്പാടത്താണ് അശാസ്ത്രീയമായ ബണ്ട് നിർമ്മാണം മൂലം റോഡിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത്. പുതുവത്സര സമ്മാന പദ്ധതിയുമായി കേരള വിഷൻ കേബിൾ TV ബ്രോഡ്ബാൻഡ് വരിക്കാർക്കായി 50 ലക്ഷം രൂപയുടെ സമ്മാന പദ്ധതിയാണ് ഒരുക്കിയിരിക്കുന്നത്. സമ്മാന പദ്ധതിയുടെ വിശദീകരണ യോഗവും മാള കേബിൾ വിഷൻ ഡിസ്ട്രിബ്യൂഷൻ യോഗവും നടന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ ജില്ലയിലെ സാധാരണക്കാർക്ക് സമയബന്ധിതമായി വൈദ്യുതി കണക്ഷനുകൾ ലഭിക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. നവീകരണം പൂർത്തിയാക്കിയ ചൂലിശ്ശേരി പോൾ കാസ്റ്റിംഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നവീകരിച്ച ചൂലിശ്ശേരി പോൾ കാസ്റ്റിംഗ് യൂണിറ്റിന്റെ പ്രതിമാസം 8 മീറ്ററിന്റെ 1440 പോസ്റ്ററുകളും 9 മീറ്ററിന്റെ 384 പോസ്റ്ററുകളും നിർമ്മിക്കാൻ ശേഷിയുണ്ട്. ചൂലിശ്ശേരി യാർഡിൽ നിർമ്മാണം ആരംഭിക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് അധിക വിലയിൽ പോളുകൾ വാങ്ങേണ്ടി വരില്ല. ഇതുമൂലമാണ് ജില്ലയിലെ സാധാരണക്കാർക്ക് സമയബന്ധിതമായി വൈദ്യുതി കണക്ഷനുകൾ ലഭ്യമാക്കുന്നത്. ചൂലിശ്ശേരി പോൾ കാസ്റ്റിംഗ് യൂണിറ്റിന്റെ ഭാഗമായ ഭൂമിയിൽ 33 kV സബ്സ്റ്റേഷൻ ഭരണാനുമതി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വലിയൊരു പദ്ധതിയാണ് ജലവൈദ്യുതി പദ്ധതിയാണ്. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷം ഒരു റിപ്പോർട്ട് വന്നു. മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സം വരുകൊണ്ട് ആ പദ്ധതി നിർത്തി. പൂയാൻകുട്ടി നിർത്തി. ഒരുപാട് പദ്ധതികൾ പരിസ്ഥിതിയുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ഇടുക്കി ജലവൈദ്യുതി പദ്ധതിയുടെ ചെലവത്രയായപ്പോൾ ഒരു യൂണിറ്റിന് 35 പൈസയേ വരുള്ളൂ. ഇത് വാങ്ങിക്കുന്നത് 15 രൂപ തൊട്ട് 20 രൂപ വരെ ഈ കവറിലും മേടിക്കണം. ഉദ്ഘാടന സമ്മേളനത്തിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. കെ രാധാകൃഷ്ണൻ MP വിശിഷ്ടാതിഥിയായിരുന്നു. KSEB മേഖലാ മേധാവികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. അശാസ്ത്രീയമായ താൽക്കാലിക ബണ്ട് നിർമ്മാണം മൂലം റോഡിലേക്ക് വെള്ളം കയറി ഗതാഗത തടസ്സം ഉണ്ടാകുന്നതായി പരാതി. വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് കോഴിക്കാട് ഓലപ്പാടത്താണ് അശാസ്ത്രീയമായ ബണ്ട് നിർമ്മാണം മൂലം റോഡിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത്. കോഴിക്കാട് പ്രദേശത്തെ 300-ലധികം വരുന്ന കുടുംബങ്ങളെ തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് ഇത്തരത്തിൽ വെള്ളം മുങ്ങിക്കിടക്കുന്നത്. പാടത്തൂടെ റോഡ് കടന്നു പോകുന്ന ഭാഗത്ത് റോഡ് ഉയർത്തി കൽവർട്ട് സ്ഥാപിച്ച് നവീകരിക്കുന്നതിനായി 40 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിലും നിർമ്മാണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. പാടത്തെ വെള്ളം പൂർണ്ണമായി വറ്റാതെ നിർമ്മാണം തുടങ്ങാൻ കഴിയില്ല എന്നാണ് കരാറുകാരന്റെ വാദം. ഇത്തരത്തിൽ വെള്ളം കയറിയാൽ സ്വാഭാവിക രീതിയിൽ വെള്ളം പൂർണ്ണമായി വറ്റില്ല. ഈ റോഡിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളിൽ ഉപ്പുവെള്ളം കയറി തുരുമ്പെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യം. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്ന ശ്രീനാരായണപുരം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ ആരംഭിക്കാൻ തീരുമാനം. കയ്പമംഗലം ET ടൈസൺ MLAയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതികൾ നടപ്പിലാക്കുക. പ്രാദേശിക ശുദ്ധജല സ്രോതസ്സുകളും ഉപയോഗശൂന്യമായ വാട്ടർ ടാങ്കുകളും പദ്ധതിക്കായി ഉപയോഗിക്കും. ഓരോ പ്രദേശത്തേക്കുള്ള കുടിവെള്ളം അതാത് പ്രദേശത്തു നിന്നും പമ്പ് ചെയ്യുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പ്രാദേശിക കുടിവെള്ള വിതരണ പദ്ധതികൾക്കായുള്ള പ്രോജക്റ്റ് തയ്യാറാക്കാൻ പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയതായി ET ടൈസൺ MLA അറിയിച്ചു. കടലും പുഴയും അതിലിടുന്ന കയ്പമംഗലം മണ്ഡലത്തിൽ ശുദ്ധജലത്തിനായി വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ സംവിധാനത്തെ ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്. പലപ്പോഴും ജലവിതരണം തടസ്സപ്പെടുന്നത് മൂലം കുടിവെള്ളക്ഷാമം രൂക്ഷമായി അനുഭവപ്പെടാറുണ്ട് ഇവിടങ്ങളിൽ. ദേശീയപാത 66ന്റെ നവീകരണം ആരംഭിച്ചതോടെ ജലവിതരണം താറുമാറായ അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിലാണ് MLAയുടെ നേതൃത്വത്തിൽ പ്രാദേശിക ജലവിതരണ പദ്ധതികൾക്ക് രൂപം നൽകുന്നത്. കേരള വാട്ടർ അതോറിറ്റി കുടിവെള്ള വിതരണത്തിനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്ത് നടത്തുന്നുണ്ട്. പക്ഷേ ആ ശ്രമങ്ങൾ വേണ്ടത്ര വിജയിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ പൊതുവെ ഞങ്ങളൊരു ചാനലൊന്നും മാറ്റണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ തന്നെ എടത്തിരുത്തി പഞ്ചായത്ത് രാമംകുളം കുടിവെള്ള പദ്ധതി 4, 5, 6 വാർഡുകളിൽ ആവശ്യമായിട്ടുള്ള കുടിവെള്ളം അവിടെ നിന്ന് തന്നെ പമ്പ് ചെയ്യാനുള്ളൊരു മാർഗം ഞങ്ങൾ ആദ്യം ഒരു പൈലറ്റ് പ്രോജക്റ്റായിട്ട് എടുത്തു. അത് നല്ല വിജയമായി. ഇപ്പോഴാണെങ്കിൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് കുടിവെള്ള ക്ഷാമമുള്ള സ്ഥലത്ത്
അവിടെയുള്ള ഇപ്പോഴുള്ള വാട്ടർ ടാങ്ക്, നല്ല വാട്ടർ ടാങ്കുകളുടെ ശുദ്ധജലവും ലഭ്യമാണ്. അതുപോലെ കിണറും നല്ല സോഴ്സായിട്ട് നമുക്ക് വെള്ളം എടുക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അത്തരം സാധ്യതകളിൽ നിന്ന് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഗൗരവപ്പെട്ട ആലോചന അവർ നടത്തുന്നുണ്ട്. അവരൊരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. ആ പ്ലാനിൻ്റെ ഭാഗമായിട്ട് പ്രാദേശിക കുടിവെള്ള വിതരണം നന്നാക്കി കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ശ്രമം ആരംഭിക്കുകയാണ്. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. പുതുവത്സര സമ്മാന പദ്ധതിയുമായി കേരള വിഷൻ. കേരള വിഷൻ കേബിൾ TV ബ്രോഡ്ബാൻഡ് വരിക്കാർക്കായി 50 ലക്ഷം രൂപയുടെ സമ്മാന പദ്ധതിയാണ് തൃശൂർ കേരള വിഷൻ സമ്മാനോത്സവ് 2025 എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്നത്. സമ്മാന പദ്ധതിയുടെ വിശദീകരണ യോഗവും മാള കേബിൾ വിഷൻ ഡിസ്ട്രിബ്യൂഷൻ യോഗവും നടന്നു. മാള കേബിൾ വിഷൻ ഓഫീസിൽ നടന്ന യോഗത്തിൽ ഏറ്റവും കൂടുതൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ഷൻ നൽകിയ കോടശ്ശേരി ഏഷ്യ വിഷൻ ഓപ്പറേറ്റർ ബാബുവിനെ ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. മാള കേബിൾ വിഷൻ ഓഫീസിൽ നടന്ന യോഗത്തിൽ ഏറ്റവും കൂടുതൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ഷൻ നൽകിയ കോടശ്ശേരി ഏഷ്യ വിഷൻ ഓപ്പറേറ്റർ ബാബുവിനെ ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. തൃശൂർ ജില്ല മുഴുവനും പാലക്കാട്, എറണാകുളം ജില്ലകളിൽ ഭാഗികമായും തൃശൂർ കേരള വിഷൻ ഡിജിറ്റൽ സിഗ്നലും ബ്രോഡ്ബാൻഡ് സിഗ്നലും നൽകി വരുന്ന ഓപ്പറേറ്റർമാരുടെ കീഴിലുള്ള മാസവരി കൃത്യമായി അടയ്ക്കുന്ന മുഴുവൻ വരിക്കാരെയും ഉൾപ്പെടുത്തിയാണ് പുതുവത്സര പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഓരോ 250 രൂപയുടെ വരിസംഖ്യയ്ക്കും ഒരു സമ്മാന കൂപ്പൺ കേരള വിഷൻ വരിക്കാർക്ക് ലഭിക്കും. 2025 ജനുവരി മുതൽ മാർച്ച് 31 വരെ മാസം തോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലിക്ക് ഒരു EV സ്കൂട്ടറും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും. 3 മാസത്തിനു ശേഷം സൂപ്പർ ബമ്പർ സമ്മാനമായി ഒരു EV കാർ, 5 ഇൻവെർട്ടർ AC, 5 വാഷിംഗ് മെഷീൻ, 5 ആൻഡ്രോയിഡ് TV എന്നിവയും 5000 പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും. മാളയിൽ നടന്ന മാള കേബിൾ വിഷൻ ഡിസ്ട്രിബ്യൂഷൻ യോഗത്തിൽ യഥാക്രമം കൂടുതൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ നൽകിയ മറ്റ് ഓപ്പറേറ്റർമാരെയും അനുമോദിച്ചു. KCCL MD PP സുരേഷ്, COA ജില്ലാ സെക്രട്ടറി P ആന്റണി എന്നിവർ ചേർന്ന് സമ്മാനദാനം നിർവഹിച്ചു. COA മാള മേഖലാ പ്രസിഡന്റ് PS സുബിതൻ, സെക്രട്ടറി CP പ്രദീപ്, മാള കേബിൾ വിഷൻ MD ജിജോ ജോസഫ്, മാള കേബിൾ വിഷൻ പാർട്ണർ PM സുമേഷ് എന്നിവർ സംസാരിച്ചു. മാള കേബിൾ വിഷൻ പാർട്ണർമാർ, ഓപ്പറേറ്റർമാർ എന്നിവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. 15 ലക്ഷം കണക്ഷനാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ ഡിസ്ട്രിബ്യൂഷനും ഒരു ടാർഗറ്റ് തന്നിരുന്നു 10% വെച്ച്. അപ്പോൾ നമ്മൾ ആ 3 മാസക്കാലം ഈ പറയുന്ന കണക്ഷൻസ് മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരെയാണ് മൈഗ്രേറ്റ് അല്ല കണ്ടെത്തിയത്. അതുപോലെ തന്നെ മൈഗ്രേഷൻ വന്നിരുന്നു. ഇത്തരക്കാരെ നമുക്ക് ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് എടുത്ത് നമ്മൾ ഒരു ക്യാഷ് പ്രൈസ് കൊടുക്കാനുള്ള രീതിയിൽ അനൗൺസ് ചെയ്ത് തന്നെയാണ് നമ്മൾ നമുക്കിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. മീഡിയ ടൈം മാള. എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തി. മുനക്കക്കടവ് ഫിഷ് ലാൻഡ് സെന്ററിൽ നിന്നും തിങ്കളാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ കൊല്ലം കാവനാട് സ്വദേശി പ്രിൻസ് നിവാസിൽ ഷെറിൻ പൈസിന്റെ ഉടമസ്ഥതയിലുള്ള മേരി മാത എന്ന ബോട്ടും കൊല്ലം സ്വദേശികളായ 10 മത്സ്യത്തൊഴിലാളികളെയുമാണ് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കരയിലെത്തിച്ചത്. രാവിലെ 11:15ഓടെയാണ് ബോട്ടും തൊഴിലാളികളും കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചത്. മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ VM ഷൈബു, ER ഷിനിൽകുമാർ, റെസ്ക്യൂ ഗാർഡുമാരായ ഷിഹാബ്, അജിത് കുമാർ, ബോട്ട്സ്റാങ് റഷീദ്, എഞ്ചിൻ ഡ്രൈവർ റാഫി എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. വെള്ളിയാഴ്ച അഴിമുഖം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പ്രൊപ്പല്ലറിൽ വല ചുറ്റി എഞ്ചിൻ നിലച്ചു കുടുങ്ങിയ തൃശൂർ തളിക്കുളം സ്വദേശി അമ്പലത്ത് വീട്ടിൽ മുഹമ്മദ് യൂസഫ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള അൽഫാത്ത് എന്ന ബോട്ടും തളിക്കുളം സ്വദേശികളായ 50 മത്സ്യത്തൊഴിലാളികളെയും ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തിയിരുന്നു. മത്സ്യബന്ധനയാനങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതും കാലപ്പഴക്കം ചെന്ന മത്സ്യബന്ധനയാനങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതുകൊണ്ടും കടലിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഈ ആഴ്ചയിൽ 3ാമത്തെ യാനമാണ് ഇത്തരത്തിൽ കടലിൽ അകപ്പെടുന്നത്. ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ 2 ബോട്ടുകൾ ചേറ്റുവയിലും അഴീക്കോടും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൽ മജീദ് പോത്തനൂരാൻ അറിയിച്ചു. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ താലപ്പൊലിക്കെതിരെ സംവിധായകൻ കമൽ നടത്തിയ തെറ്റിദ്ധാരണജനകമായ പ്രസ്താവന പിൻവലിക്കണമെന്ന് BJP നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇരിഞ്ഞാലക്കുടയിൽ നടന്ന വർണ്ണക്കുട എന്ന സാംസ്കാരികോത്സവത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ഭയമാണെന്ന പ്രസ്താവന നടത്തിയ കമൽ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തെയും അതിന്റെ ആചാരാനുഷ്ഠാനങ്ങളെയും നശിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. കൊടുങ്ങല്ലൂരിൽ വളരെ സമാധാനത്തോടെയും
വളരെ ഒത്തൊരുമയോടെയും ജാതിമത ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ കാവിലെ ഉത്സവം. ആ ഉത്സവത്തെ നശിപ്പിക്കുക എന്നുള്ള ഒരു പ്രചാരവേലയുടെ ഭാഗമായിട്ടാണ് ഇരിങ്ങാലക്കുടയിലെ വർണ്ണക്കുട സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനായിട്ടുള്ള കമൽ എന്ന കമാലുദ്ദീൻ അത്തരത്തിൽ വർഗീയ വിഷം തുപ്പുന്ന രീതിയിൽ CPMൻ്റെ മുഖം പേര് നടക്കുന്ന കമാലുദ്ദീൻ അത്തരത്തിലൊരു പ്രചാരണം നടത്തിയിരിക്കുന്നത്. ഇത് തികച്ചും ആസൂത്രിതമാണ്. കാരണം പെട്ടെന്നുണ്ടായൊരു സംഭവമല്ല, തികച്ചും ആസൂത്രിതമാണ്. ഈ ആസൂത്രിതമായിട്ടുള്ള സംഭവം എവിടെ നിന്ന് വന്നു എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിക്കുന്നതാണ്. കാരണം കൊടുങ്ങല്ലൂർക്കാരനായിട്ടുള്ള കമലി സമാധാനപരമായും ഒത്തൊരുമയുടെയും കൂടി ജാതിമതഭേദമെന്നേനെ എല്ലാ വിഭാഗ ജനങ്ങളും ഒത്തുകൂടി ആഘോഷിക്കുന്ന കൊടുങ്ങല്ലൂരിൻ്റെ ദേശീയ ഉത്സവമാണ് കുരുമ്പക്കാവിലെ താലപ്പൊലി മഹോത്സവം. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ജനുവരി 13 തുടങ്ങാനിരിക്കെ തൊട്ടടുത്ത ഇരിഞ്ഞാലക്കുടയിൽ വെച്ച് നാവിൽ വർഗീയ വിഷം പുരട്ടിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭയം വിതറി കമൽ നടത്തിയ നിരുത്തരവാദിത്തപരമായ പ്രസ്താവന സാധാരണ രീതിയിൽ കാണാനാകില്ല. ഇത് വളരെ ആസൂത്രിതമായ ഒരു അജണ്ടയുടെ ഭാഗമാണ്. ഈ പ്രസ്താവന പിൻവലിച്ച് കൊടുങ്ങല്ലൂർക്കാരനായ ഇദ്ദേഹം ഇവിടുത്തെ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് BJP നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇനി മറ്റു വാർത്തകളിലേക്ക്. പുത്തഞ്ചിറയിലെ വിവിധ പാർട്ടികളിൽ നിന്നും BJPയിൽ ചേർന്നവർക്ക് സ്വീകരണം നൽകി. സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് അംഗങ്ങളെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ഇന്ന് ഏകദേശം 50ഓളം വരുന്ന ആൾക്കാരെ BJPയിലേക്ക് സ്വീകരിച്ചിരിക്കുകയാണ് ഈ പുത്തഞ്ചിറയിൽ. അതിൽ ഭൂരിപക്ഷം ആൾക്കാരും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വന്നവരും കുറച്ചുപേർ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് വന്നവരുമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്നതിലുപരി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. താമരയാങ്കിത ഹരിത കാവ്യ പതാക വാനിൽ ഉയർത്തി ഭാരത് മാതാ കി ജയ് വിളിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണസാരഥ്യം കഴിഞ്ഞ 10 വർഷത്തിലേറെയായിട്ട് തുടർച്ചയായിട്ട് നിർവഹിക്കുന്നു. വരുന്ന 5 വർഷത്തേക്ക് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് ഈ രാജ്യത്തിലുള്ള ജനം അവരുടെ ഹിതം അറിയിച്ചിരിക്കുകയാണ്. പുത്തഞ്ചിറ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് CR സുമേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KR ഹരി, AR ശ്രീകുമാർ, ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന സെക്രട്ടറി ജോസഫ് പടമാടൻ, കൊടുങ്ങല്ലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി LK മനോജ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് മനോജ് IS, ബിജു, TC രശ്മി, ശ്രീജിത്ത് PS എന്നിവർ സംസാരിച്ചു. SFI മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. SFI മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C ധനുഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി സംഘടനയായി നമ്മളെല്ലാം ഹൃദയത്തിലേറ്റിയിട്ടുള്ള SFI മാറിയിട്ടുള്ളൂ. SFI രൂപീകരിക്കപ്പെടുന്ന കാലഘട്ടം വളരെ വലിയ പ്രതിരോധങ്ങളുടെ കാലഘട്ടത്തിലായിരുന്നു SFI രൂപീകരിക്കപ്പെടുന്നത്. അടിയന്തരാവസ്ഥയുടെ പൊള്ളുന്ന തീച്ചൂളകളിലേക്കായിരുന്നു നമ്മൾ ഇന്ന് കൊണ്ടു നടക്കുന്ന, നമ്മളെല്ലാം ഹൃദയത്തിൽ പേറിയിട്ടുള്ള SFI എന്ന് പറയുന്ന 3 അക്ഷരം പിറന്നു വീണിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, KSFൽ നിന്നും SFIയിലേക്ക് മാറുമ്പോൾ 1970 ഡിസംബർ മാസം 30-ാം തീയതി ഔദ്യോഗികമായി, ഡിസംബർ 27-ാം തീയതി കൂടിയ സമ്മേളനത്തിൽ നിന്നും 30-ാം തീയതി വന്നെത്തുമ്പോൾ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്വാതന്ത്ര്യം, ജനാധിപത്യം ആലേഖനം ചെയ്ത, സോഷ്യലിസം ആലേഖനം ചെയ്ത ശുഭ്ര പതാകയുമായി ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ വസന്തമായി കേരളത്തിന്റെയും ഇന്ത്യയുടെയും ക്യാമ്പസുകളിലേക്ക് SFI എന്ന് പറയുന്ന സംഘടന പിറന്നു വീണ കാലഘട്ടം. SFI മാള ഏരിയ വൈസ് പ്രസിഡന്റ് വൈശാഖ് അശോകൻ അധ്യക്ഷത വഹിച്ചു. സാലിഫ് ഹസലുദ്ദീൻ, സാന്ദ്ര മോഹനൻ, അഞ്ജോ ഷാജൻ എന്നിവർ സംസാരിച്ചു. അഴീക്കോട് മുനക്കൽ മുസ്ലിസ് ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഡയാലിസിസ് കിറ്റ് വിതരണവും സാംസ്കാരിക സമ്മേളനവും നടത്തി. നിയമസഭ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു.
നാടിന് അന്യമായിക്കൊണ്ടിരിക്കുന്ന സാംസ്കാരികോത്സവങ്ങൾ തിരിച്ചു കൊണ്ടുവരണമെന്നും ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടത്തിയ ഡയാലിസിസ് കിറ്റ് വിതരണം മാതൃകാപരമാണെന്നും ഷംസീർ പറഞ്ഞു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി. ഇ ടി ടൈസൺ MLA, ഏറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, നടനും മിമിക്രി കലാകാരനുമായ രാജ സാഹിബ്, ബാലതാരം ഡാവിഞ്ചി, ആടുജീവിതം നജീബ്, ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സിനിമ പിന്നണി ഗായകൻ അഫ്സൽ നയിച്ച സംഗീത വിരുന്നും അരങ്ങേറി. അഴീക്കോട് മുനക്കൽ മുസ്ലിസ് ഡോൾഫിൻ ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് കയ്പമംഗലം മണ്ഡലത്തിലെ മുഴുവൻ കിഡ്നി രോഗികൾക്കുമാണ് ഡയാലിസിസ് കിറ്റ് സൗജന്യമായി വിതരണം ചെയ്തത്. പെരിഞ്ഞനം CHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാനുവിന്റെ നേതൃത്വത്തിൽ ആശാ വർക്കർമാരാണ് 253 കിഡ്നി രോഗികളെ രജിസ്റ്റർ ചെയ്തത്. ആസ്റ്റർ മെഡിസിറ്റിയും ഇന്റഗ്രേറ്റഡ് IT ഡെവലപ്മെന്റ് സർവീസ് സൊസൈറ്റിയും സംയുക്തമായാണ് ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്യുന്നത്. BRC മാളയുടെ ആഭിമുഖ്യത്തിൽ മാമ്പ്ര യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചങ്ങാതിക്കൂട്ടം ശ്രുതിയുടെ വീട്ടിൽ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് PV ഉദ്ഘാടനം നിർവഹിച്ചു. അറിയാവുന്നതുപോലെ പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ നിരവധിയായ പരിപാടികൾ നടത്തുന്നതോടൊപ്പം തന്നെ പദ്ധതികൾ നടത്തുന്നതോടൊപ്പം തന്നെ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികൾ ഇത്തരത്തിലുള്ള കുട്ടികളുടെ വീടുകളിൽ പോയി ഓണത്തിനും അതുപോലെ തന്നെ ക്രിസ്മസിനും വിശേഷ അവസരങ്ങളിൽ അവരോടൊപ്പം സമയം ചെലവഴിക്കുന്നതോടൊപ്പം തന്നെ ഒരു തരത്തിലുള്ള ഭിന്നശേഷിക്കാരായ ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വീട്ടിലോ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, അതൊരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ സഹപാഠികളുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഒരു കൂട്ടുത്തരവാദിത്വമാണ്. അവരെ പൊതുജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നൊരു സന്ദേശം കുട്ടികളിൽ കൂടി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംസ്ഥാന സർക്കാരിന്റെയും PRCയുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഇക്ബാൽ സന്ദേശം നൽകി. മാള ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ ലീജു P പുതുവത്സരാശംസകൾ അറിയിച്ചു. പ്രധാന അധ്യാപകൻ CD ബിജു, PTA പ്രസിഡന്റ് അബ്ദുൾ ഷുക്കൂർ, BRC ട്രെയിനർ സ്മിത KS, ബിജു ഭാരതീയൻ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ MK ഷീജ എന്നിവർ സംസാരിച്ചു. ചങ്ങാതിക്കൂട്ടം കൂട്ടുകാർക്കൊപ്പം കേക്ക് മുറിച്ച് ശ്രുതി സായാഹ്ന സദസ്സിൽ പുതുവർഷത്തിന്റെ മധുരം പങ്കിട്ടു. ജനപ്രതിനിധികളും BRC പ്രതിനിധികളും വിദ്യാലയത്തിലെ അധ്യാപകരും കൂട്ടുകാരും ശ്രുതിക്ക് സമ്മാനങ്ങൾ നൽകി കലാവിരുന്ന് ഒരുക്കി. സെർബ്രൽ പാൾസി ചലനപരിമിതിയുള്ളതുകൊണ്ട് സ്കൂളിലെത്താൻ കഴിയാത്തതിനാൽ ബുധനാഴ്ചകളിൽ BRCയിൽ നിന്നും ശ്രുതിക്ക് ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകി വരുന്നുണ്ട്. കൊന്നക്കുഴിയിൽ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലെ കെട്ടിടത്തിൽ നിന്ന് വീണ് ടാപ്പിംഗ് തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. അയ്യമ്പുഴ സ്വദേശി കുറ്റിച്ചിറ വീട്ടിൽ 62 വയസ്സുള്ള KV ബാബുവിനെയാണ് ചൊവ്വാഴ്ച രാവിലെ കെട്ടിടത്തിൽ നിന്നും വീണ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുലർച്ചെയാണ് സംഭവം നടന്നതെന്നാണ് നിഗമനം. അയ്യമ്പുഴയിൽ താമസിക്കുന്ന ബാബുവും മറ്റ് 2 തൊഴിലാളികളും അതിരാവിലെ അവിടെ നിന്നും ജോലി സ്ഥലത്തേക്ക് എത്താൻ കഴിയാത്തതിനാൽ എല്ലാ ദിവസവും രാത്രി ഇവിടെ വന്ന് തങ്ങുകയും പിറ്റേ ദിവസം ടാപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുകയുമാണ് പതിവ്. ഇന്ന് വെളുപ്പിന് കൂടെയുണ്ടായിരുന്ന ആളുകൾ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നതിനായി ബാബുവിനെ അന്വേഷിക്കുന്നതിനിടയിലാണ് കെട്ടിടത്തിന് താഴെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ അതിരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ താലൂക്ക് തല വായനാ മത്സരം സംഘടിപ്പിച്ചു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വായനാ മത്സരം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു. മുതിർന്നവരുടെയും ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെയും വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ നിരവധി മത്സരാർത്ഥികൾ പങ്കെടുത്തു. TC വേണുഗോപാൽ, MS മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ സുന്നി കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നിർധരരായ രോഗികൾക്കുള്ള സൗജന്യ മെഡിക്കൽ കാർഡ് വിതരണവും 2024 വേൾഡ് എബിലിറ്റി യൂത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ മുഹമ്മദ് അഫ്താബിന് ആദരവും സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് BK അരുൺ ഉദ്ഘാടനം ചെയ്തു. അബ്ദുൾ റഹ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മുഹമ്മദ് റഷീദ് മുഖ്യാതിഥിയായിരുന്നു. PM മുഹമ്മദ് സയ്യിദ്, NA റഫീഖ്, അൻവർ കാരയിൽ, സയ്യിദ് ഷംസുദ്ദീൻ തങ്ങൾ, ബഷീർ പാറയിൽ എന്നിവർ സംസാരിച്ചു.
എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതി പ്രകാരം 30 അംഗൻവാടികൾക്ക് കളി ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ PA ഷിമിർ, ഷിനി സതീഷ്, സജീഷ് സത്യൻ, ഹേന രമേശ്, ഷൈജ ഷനവാസ്, AV ഗിരിജ, ICDS സൂപ്പർവൈസർ എന്നിവർ സംസാരിച്ചു. മഹിളാ സംഘം കൊടുങ്ങല്ലൂർ മണ്ഡലം ഏകദിന പഠന ക്യാമ്പ് നടന്നു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷീല വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ആലിസ് തോമസ് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന നേതാവ് CP എലിസബത്ത് പതാക ഉയർത്തി. ജില്ലാ സെക്രട്ടറി KS ജയ മഹിളാ പ്രസ്ഥാനത്തിന്റെ ചരിത്രവും, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ദീപ S നായർ സ്ത്രീ ശാക്തീകരണം കേരളത്തിൽ എന്ന വിഷയവും ക്ലാസ് എടുത്തു. CR റോസിലി, സുമ ശിവൻ, KG ശിവാനന്ദൻ, VR സുനിൽകുമാർ MLA, CC വിപിൻ ചന്ദ്രൻ, PP സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ജില്ലയിലെ സാധാരണക്കാർക്ക് സമയബന്ധിതമായി വൈദ്യുതി കണക്ഷനുകൾ ലഭിക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. നവീകരണം പൂർത്തിയാക്കിയ ചൂലിശ്ശേരി പോൾ കാസ്റ്റിംഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അശാസ്ത്രീയമായ താൽക്കാലിക ബണ്ട് നിർമ്മാണം മൂലം റോഡിലേക്ക് വെള്ളം കയറി ഗതാഗത തടസ്സമുണ്ടാകുന്നതായി പരാതി. വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് കോഴിക്കാട് ഓലപ്പാടത്താണ് അശാസ്ത്രീയമായ ബണ്ട് നിർമ്മാണം മൂലം റോഡിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത്. പുതുവത്സര സമ്മാന പദ്ധതിയുമായി കേരള വിഷൻ കേബിൾ TV ബ്രോഡ്ബാൻഡ് വരിക്കാർക്കായി 50 ലക്ഷം രൂപയുടെ സമ്മാന പദ്ധതിയാണ് ഒരുക്കിയിരിക്കുന്നത്. സമ്മാന പദ്ധതിയുടെ വിശദീകരണ യോഗവും മാള കേബിൾ വിഷൻ ഡിസ്ട്രിബ്യൂഷൻ യോഗവും നടന്നു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.